ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചായൻ CT7 വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ടീ ടൈം സ്നാക്സ് ആയിട്ടൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കോളിഫ്ലവറിൻ്റെ ഫ്രൈ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സ്നാക്സ് എന്ന് പറയുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുഞ്ഞു പിള്ളേരൊക്കെ നമ്മളോടൊന്ന് പറയാം, മമ്മി സ്നാക്സ് വേണമെന്ന് പറയാം. ഇല്ല, നിങ്ങൾ വലിയ പിള്ളേർ കഴിക്കണ്ട, വേണ്ട, തരത്തില്ല. ഞങ്ങൾക്കും വേണം, വലിയവർക്കും കഴിക്കാം, കുഞ്ഞുങ്ങൾക്കും കഴിക്കാം. അങ്ങനെ കൊഞ്ചാന്ന് ഇല്ല കുഞ്ഞുങ്ങൾക്കും കഴിക്കാം, വലിയവർക്കും കഴിക്കാം. എന്നാലും കുഞ്ഞു പിള്ളേരാണല്ലോ നമ്മളോട് പെട്ടെന്ന് ഒന്ന് സ്നാക്സ് ഒക്കെ ചോദിക്കുന്നത്. അപ്പം നമ്മൾ അപ്പൂനും ഫ്രെഡിക്കും വേണ്ടിയാണ് സ്പെഷ്യലി ഉണ്ടാക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്നാക്സ് എന്ന് പറയുന്നത്, കോളിഫ്ലവർ ഫ്രൈ. നമ്മൾ ഈ ഫെസ്റ്റിനൊക്കെ പോകുമ്പോൾ നമ്മൾ കഴിക്കത്തില്ലയോ ബജി, അതേപോലെ ഏകദേശം അതുപോലത്തെ ഒക്കെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രഷ് സാധനം മനുഷ്യ. ഫ്രെഡി, ഇതിന്റെ പേരെന്തുവാ? കോളിഫ്ലവർ. വാവ്, എന്താ ഫ്രെഡി? കോളിഫ്ലവർ. കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിനി നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. കോളിഫ്ലവർ. സ്റ്റെപ്പ് എന്താണ്? ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ കോളിഫ്ലവർ നമുക്ക് വെള്ളത്തിലിട്ട് ഒന്ന് ജസ്റ്റ് അതൊരു 3 മിനിറ്റത്തേക്കിന് ആ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കാം. മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് ഒരു ജസ്റ്റ് 3 മിനിറ്റ് നേരത്തെ. കാരണം ഇതിനകത്ത് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുഴുവെല്ലാം ഉണ്ടെങ്കിലോ ആവാൻ വേണ്ടി 3 മിനിറ്റ് നേരത്തെ ആ വെള്ളം ഒന്നൊരു ചൂടായി വന്നു കഴിയുമ്പം നമുക്കത് മാറ്റാം. വെള്ളം ഒന്ന് ചൂടാകുമ്പം ജസ്റ്റ് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത് 3 മിനിറ്റോളമായി. നമ്മളിനി ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. ഇത് നമുക്കിനി സ്ട്രെയിൻ ചെയ്തെടുക്കാം. വെളിയിൽ അടിപൊളി മഴ പെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കറക്റ്റ് സമയത്തിനായത് ചായയും ബജിയും ഇടി മുഴങ്ങുന്നുണ്ടേ. നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലോട്ട് മുളക് പൊടി, ഗരം മസാല അത് 1/2 സ്പൂണാണോ മനുഷ്യ? ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, കോൺഫ്ലവർ അല്ലേ? എന്താ മനുഷ്യ ഇത്? അതിൻ്റെ കൂടെ തന്നെ മൈദയോ? അല്പം ഉപ്പും കൂടി ചേർത്തു. നേരത്തെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ നേരത്ത് അതിനകത്തും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടാവും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിപൊളി മഴയാണ് സുഹൃത്തുക്കൾ, അടിപൊളി മഴ. പ്ലേയിൽ രക്ഷയില്ല. പിന്നെ അടിപൊളി മഴ. അപ്പോൾ നമ്മുടെ സ്നാക്സിന് പറ്റിയ മഴയാട്ടോ. നമ്മളെല്ലാം മിക്സ് ആക്കിയില്ലേ? കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം.
ഇതിലോട്ട് നമ്മൾ അല്പം കടലമാവ് കൂടി ചേർക്കും അല്ലേ മനുഷ്യേ? വേണമെങ്കിൽ മതി, ഓപ്ഷനിലാണ്. നമുക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്, വേണമെങ്കിൽ ചേർത്താൽ മതി. വെളിയിൽ അടിപൊളി മഴയാട്ടോ. ഒരു രക്ഷയില്ലേ, അടിപൊളി മഴയാ വെളിയിൽ. വേനൽ മഴ, അടിപൊളി മഴയാണ് കേട്ടോ വേനൽ മഴ. ഒരു ചൂട് ഇത്ര നാളെ ഭയങ്കര ചൂടാണെങ്കിലും ചെറിയൊരു നേരിയ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ ഈ വേനൽ മഴയ്ക്ക്. പക്ഷെ അതിൻ്റെ ചൂട് അടുത്ത ദിവസം കാണും, അല്ലെങ്കിൽ സന്ധ്യയാകുമ്പോൾ കാണും. ഇപ്പം അതിന് തണുത്ത കാറ്റും ഒരു കുളിർമയൊക്കെ ഉണ്ട് ഇപ്പം. അങ്ങനെ നമ്മൾ സ്റ്റൗ കത്തിച്ചു ഇല്ലേ മനുഷ്യ? നമ്മളിനി ഫ്രൈ ചെയ്തെടുക്കാൻ പോവാം. ചീനിച്ചട്ടി വെച്ചു. ഇനി ഇത് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. എടുക്ക്. നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാ ഭംഗിയില്ലേ, നല്ല കളർ. നല്ല കളർ. നമ്മള് കളറൊന്നും ചേർത്തിട്ടില്ല, ഒരു കളറും ചേർത്തിട്ടില്ല നമ്മള് അല്ലേ? നമുക്ക് ഇങ്ങനെ കഴിച്ചു നോക്കാം. ചായ ഇടുന്നുണ്ട്, ചായയും ഓക്കെ. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇരട്ടിയാട്ടോ. ഇപ്പോൾ 7 മണിയായി, മഴയൊക്കെ ഒന്ന് തോന്നി നിൽക്കുകയാണ്. നമ്മുടെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. എന്താ മനുഷ്യേ? അതെ, നമ്മുടെ അപ്പു ഇല്ല, അപ്പു ട്യൂഷന് പോയേക്കുവാണ്. അപ്പം അപ്പു വരും 7 മണി ഞാൻ തന്നെ വരും. അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. അപ്പം അടിപൊളിയാന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചു നോക്കിയില്ല, കഴിച്ചു നോക്കുമ്പോൾ പറയാം അടിപൊളിയാണോ അല്ലയോ എന്നുള്ളത്. ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു. ആന്നില്ലേ? നല്ല അടിപൊളി, സൂപ്പറാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഒരു കളറും കാര്യങ്ങളും നമ്മൾ ചേർത്തിട്ടില്ല. അതാണ്, ഒരു കളറും കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല. കുഞ്ഞുങ്ങൾക്കെല്ലാം കഴിക്കാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. അടിപൊളി സാധനം. എന്തോ നമ്മൾ ചേർത്തിരിക്കുന്നത്? ഒന്നും ചേർത്തിട്ടില്ല ഇതിനകത്ത്. മുളക് പൊടിയുടെ മുളക് പൊടി, എനിക്ക് മുളക് പൊടി മാത്രം നമ്മൾ ചേർത്തിട്ടുണ്ട്. അല്ലാതെ കോൺഫ്ലവർ, കടലമാവ്, മൈദ, ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡെക്കറേഷന് വേണ്ടി ഇതിനകത്ത് മുളകൊന്ന് സ്ലൈസായിട്ട് കീറിയിട്ടുണ്ട്, പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതൊന്ന് നമ്മളതൊന്ന് മൂപ്പിച്ചിട്ടുണ്ട് ഇല്ലയോ? അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. എങ്ങനെയുണ്ട് ബോബി? ഇത് കഴിച്ചു നോക്കടാ. ബോബി കഴിച്ചു നോക്കട്ടെ. ക്രിസ്പിയാണോ? നല്ല സൂപ്പറാണോ? സൂപ്പറാണെങ്കിൽ പറ. ഞാൻ പറഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തില്ല ഒരു ചൂട് ചായ കൂടെ, ഇതിൻ്റെ കൂട്ടത്തിൽ ചൂട് ചായ കൂടെ കുടിക്കണം കേട്ടോ. അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ട് മനുഷ്യ? സൂപ്പർ ഇല്ലയോ? ചൂട് കോളിഫ്ലവറിൻ്റെ കൂടെ ചൂട് ചായയും കൂടെ, എന്താ സന്തോഷം. വെളിയിൽ മഴച്ചാറ്റിലും, വെളിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ചൂട് ചായ. വീഡിയോ എൻ്റെ ചെയ്താലോ? അപ്പം നമുക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക ഇല്ലയോ? എത്ര മിനിറ്റ് ഉണ്ട്? ഒരു 15 മിനിറ്റ് കൊണ്ട് സംഭവം ഉണ്ടാക്കിയില്ലേ? ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ സംഭവം ഉണ്ടാക്കി കുഞ്ഞുങ്ങൾ കൊടുത്തു. അവനെ ഹാപ്പി, ഞങ്ങളും ഹാപ്പി. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, ഇത് വലിയവർക്ക് എല്ലാവരും കഴിക്കാം, ഒരു കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾക്ക് എന്നുള്ളത് എടുത്ത് പറഞ്ഞെങ്കിലും എല്ലാവരും കഴിക്കാം. എന്ത് ആണോ? ഒരു കുഴപ്പമില്ല, അടിപൊളി സാധനം.
ഒരു 15 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റും. എന്താ മനുഷ്യ? അതെ, ശരിയാണോ? ശരിയല്ലേ? ഓക്കെ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസങ്ങളിൽ വരും. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ ട്യൂഷനൊക്കെ പോയിട്ട് വന്നിട്ട് അപ്പോൾ എങ്ങനെയുണ്ടാ? അപ്പോ ഏത് ട്യൂഷന് പോയതോ, പരീക്ഷ എഴുതിയതോ, അതോ ഇതോ സൂപ്പർ? ഇതാണോ സൂപ്പർ? അപ്പം പരീക്ഷയ്ക്ക് പോയതോ? എന്താ പരീക്ഷ എഴുതിയോടോ? ഇന്ന് എഴുതിയോ? അവൻ ഗുഡ് ബോയ് ആട്ടോ. എങ്ങനെയുണ്ടാ ഇത്? ആണോ? ഇനി പരീക്ഷ പേപ്പർ കൊണ്ട് കാണിച്ചോ ടീച്ചറിനെ? ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണിച്ചോ? ഒരു ചിരിയുണ്ടല്ലോ അവിടെ. നിന്റെ അമ്മ ഉണ്ടാക്കി തന്നതാ. കൊള്ളാം. എടുക്കടാ, കഴിക്കടാ, കഴിച്ചിട്ട് പോട്ടെ. കഴിച്ചിട്ട് പോടാ. അയ്യോ മതിയെന്ന്. അയ്യോ ബാഗ് വെച്ചിട്ട് മതിയോടാ നിനക്ക്? അതിന് മതിയെന്ന് പോലും. നിനക്ക് മതിയോടാ? കഴിക്കേ. മതി മനുഷ്യ കാച്ചിക്കോ? കാച്ചതും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചായൻസ് 87 ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒന്നുകൂടെ തിരിച്ച ഫ്രണ്ടി. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലോട്ട് പോകാം.